എന്താ നമ്മുടെ ഞാനും അർജുൻ കല്യാണം കൂടെ ചക്കാമുക്ക് ദേശത്തിന് പെൺപുലികളുണ്ടെന്ന്. തീർച്ചയായിട്ടും, അതായത് എല്ലാ സംഘത്തോടൊപ്പവും ഏറെക്കുറെ പെൺപുലികളുണ്ട്. സീതാറാമിലും ഇപ്പൊ നമ്മൾ കാണുന്ന ചക്കാമുക്ക് ദേശത്തിനുമാണ് ഇപ്പോൾ പെൺപുലികളെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വിയ്യൂരിന്റെ അത് ഗംഭീര കാഴ്ചയായിരിക്കുമെന്ന് നമ്മുടെ സുല്ലേട്ടൻ രക്ഷാധികാരി തന്നെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചക്കാമുക്ക് ദേശത്തിന്റെയാണ്. ദാ പുലിത്താളം നമ്മുടെ തൊട്ടടുത്തേക്ക് എത്തിയിരിക്കുന്നു. ആ ദൃശ്യങ്ങളിലേക്കൊക്കെ നമുക്ക് കൃത്യമായി തന്നെ പോകാം. അതോടൊപ്പം തന്നെ ഒരു വർണ്ണക്കാവടികളാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ്. തുടക്കത്തിൽ തന്നെ വർണ്ണക്കാവടികൾ വരുന്നുണ്ട്. ഇത് കാവടി എന്ന് പറയാൻ കഴിയില്ല, പക്ഷേ വർണ്ണ ഒരു കുട പോലെയുള്ള ഒരു സാധനം, കാവടി പോലെ ഒരു തട്ടുതട്ടായിട്ടൊക്കെ അതിനെ ക്രമീകരിച്ച് വെച്ചിരിക്കുകയാണ്. എന്നാൽ കാവടി നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗിയുണ്ട്. അതായത് സ്വർണ്ണമുണ്ട്, നീലയുണ്ട്, ചുവപ്പുണ്ട്, അതുപോലെ തന്നെ മജന്ത ഉണ്ട്. അങ്ങനെ ഇത്രയും നിറങ്ങളുണ്ട്. പുലികളുടെ വർണ്ണം പോലെ തന്നെ ഈ പറയുന്ന കുടകളിലും വർണ്ണമുണ്ട്. ഈ കരിമ്പുലി കൂടാതെ ഈ പച്ചപ്പുലി ശരിക്കും കാട്ടിലുണ്ടോ? ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഇല്ല. അപ്പൊ ഇതിന്റെ പേരെന്താണെന്നറിയോ? പുലിക്കുടം. ഇതാണ് പുലിക്കുടം. അത് പറയും. നേരത്തെ ദീപക് മലയമ്മ പറയുന്ന കേട്ടോ. അതെ, ഞാൻ ഇതിനിടയിൽ ഫോൺ എ ഫ്രണ്ട് ഓപ്ഷൻ ഉപയോഗിച്ചു. ഇതെന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഉത്തരം കിട്ടി. സത്യമായിട്ടും നേരത്തെ ദീപക് മലയമ്മ ചക്കാമുക്കിനോടൊപ്പം തന്നെ ഒരു പുലിക്കുടമുണ്ട്. പക്ഷെ അതെന്താണെന്ന് നമ്മൾക്ക് അതാണ് ഞാൻ കുടമാണ് നോക്കിയത്. പക്ഷെ ഇത് കുടത്തിന്റെ പുറത്ത് ഇത്രയും വർണ്ണങ്ങളും അതുപോലെ തന്നെ ഈ ഒട്ടിപ്പൊക്കെ വന്നു കഴിയുമ്പോൾ കുടമാണെന്ന് മനസ്സിലായില്ല. തീർച്ചയായിട്ടും അതാണ് പുലിക്കുടം. ഈ പറയുന്ന ചക്കാമുക്ക് ദേശത്തിന്റെ പുലിക്കളി വളരെ സൗന്ദര്യമുള്ള കളിയാണ്. ഒരുപാട് തവണ ഇതിന്റെ സമ്മാനം നേടിയിട്ടുള്ള ഒരു ടീം. അതായത് അവർ സോഫ്റ്റ് ആയിട്ട് തുടങ്ങി വളരെ ഹാർഡ് ഹിറ്റിംഗ് സ്റ്റെപ്സിലേക്ക് എത്തുന്ന അവരുടേതായിട്ടുള്ള ഒരു പ്രത്യേക രീതിയുണ്ട് അതിന്. തീർച്ചയായിട്ടും. ഇതിപ്പോ നമ്മൾക്ക് തൃശ്ശൂർ പൂരത്തിലാണെങ്കിൽ ഒരു കാര്യം കൂടി പറയാം. തൃശ്ശൂർ പൂരത്തിലാണെങ്കിൽ ഓരോ ഈ പാറമക്കാവിനും തിരുവമ്പാടിക്കും ഇവിടെ കിട്ടുന്ന ഘടകപൂരങ്ങൾക്കൊക്കെ ഈ തിരുവമ്പാടി അതുപോലെ തന്നെ ഇവിടെ വടക്കുന്നാഥ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തുമ്പോൾ ഓരോ താളമാണ്. പക്ഷെ പുലിക്കളിക്കെല്ലാം ഒറ്റ താളം, പുലിക്കൊട്ട്. പുലിക്കൊടം താണ്ട പോകുന്നു. കൊടമല്ല, കുടം. പുലിക്കുടം താണ്ട പോകുന്നു. അത് കഴിയുമ്പോഴേക്കും ദാ പുലിക്കൊട്ട് മുറുകുന്നു. ദാ ചുവട് വെച്ച് പുലികളെ നമുക്ക് ഇവിടെ നിന്ന് കാണാം. പുലികൾ ഇതാ നമ്മളെ പാസ് ചെയ്ത് പോവാണ്. അപ്പോ പുലികൾ ഇതാ പാസ് ചെയ്ത് പോകുന്നു. നമ്മുടെ അടുത്ത ക്യാമറയിലേക്ക് ആ പുലികളൊക്കെ ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തൊട്ടടുത്തുകൂടെ പുലികൾ ഇങ്ങനെ പോകുമ്പോഴേക്കും ആ പുലികളെ കാണുന്നതിനായിട്ട് ജനങ്ങളും ആ കൂട്ടത്തിൽ തന്നെ നിന്നുകൊണ്ട് അതോടൊപ്പം തന്നെ അവരുടെ ഫോണുകളിൽ അതുപോലെ ക്യാമറയിലൊക്കെ ആ ദൃശ്യങ്ങളൊക്കെ പകർത്തിക്കൊണ്ടാണ് പോകുന്നത്. മോക്ക് ഏറ്റവും ഇഷ്ടമുള്ള പുലി ഏത് കളർ പുലിയാ? പച്ചപ്പുലിയാണോ വരയംപുലിയാണോ? വരയംപുലിയാണോ? കുഞ്ഞിനിഷ്ടം വരയംപുലിയാണ്. അപ്പോ വരയംപുലിയാണ് ഈ കുഞ്ഞിനിഷ്ടം. പേരെന്താ? അവന്തികയ്ക്ക് ഇഷ്ടം വരയംപുലിയാണ്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള പുലികളെയാണ് ഇഷ്ടം. അർജുൻ ഇഷ്ടം ഏത് പുലിയാ? എനിക്ക് കരിമ്പുലിയാണ് ഇഷ്ടം. കരിമ്പുലിയാണോ? എനിക്ക് നല്ല കുറച്ചുകൂടി രൗദ്രഭാവമുള്ളത് കരിമ്പുലിക്കാണെന്നാണ് തോന്നുന്നത്. എനിക്ക് വരയംപുലിയാണ് ഇഷ്ടം. അതായത് നല്ല ആ ഒരു മഞ്ഞയും ഓറഞ്ചും ഒക്കെ കലർന്ന ആ ഒരു നിറം, അതിന്റെ കൂടെ നല്ല വരകളൊക്കെ ഇങ്ങനെ വയറിന്റെ അവിടെ ഒക്കെ ഉണ്ടല്ലോ, നല്ല വരയായിട്ട് ഇങ്ങനെ നിൽക്കണം. ഈ കരിമ്പുലിയുടെ ഒരു പ്രത്യേക ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അതിന്റെ കറുത്ത ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗത്തൊക്കെ നിറം വൈറ്റ് ആണ് ഉണ്ടാവുക. അപ്പൊ സ്വാഭാവികമായി ബ്ലാക്ക് ആൻഡ് വൈറ്റിനൊരു സൗന്ദര്യം കൂടുതൽ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ എനിക്ക് കളറാ ഇഷ്ടം. പിന്നെ ഇനിയിപ്പോ വൈകുന്നേരം മെല്ലെ സൂര്യൻ ഇങ്ങനെ പതിയെ താഴുകയാണ്. സൂര്യന്റെ ഒരു ഭംഗി വരുന്നുണ്ട്. അതിന്റെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ മാറ്റാൻ തോന്നുന്നു. വെയിലായതുകൊണ്ട് വെച്ചതാണ്. ആളെ മനസ്സിലാവില്ല എന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. അല്ലെ, അവിടെ കിടന്നോട്ടെ, കാണാനൊരു ഭംഗി കൂടും. അത് ഗ്ലാസ് വെച്ച് കഴിയുമ്പോഴത്തേക്കും അത്രയും ഭാഗത്തെ വൃത്തികേട് മാറുമെന്നാണ് ഉദ്ദേശിച്ചത് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ദീപക് മലയമ്മയും ജെയ്സൺ ചാമ്പളപ്പിലും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്.